ഇടുക്കി തോപ്രാംകുടിയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു. തോപ്രാംകുടി സ്വദേശി വിജേഷിനാണ് മർദ്ദനമേറ്റത്. ഉത്സവത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിന് കാരണം. ഗുരുതരമായി പരിക്കേറ്റ വിജേഷ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, എന്താണ് മർദ്ദന കാരണം? എന്താണുണ്ടായത്? കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തോപ്രാംകുടിയിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയായിരുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേളയും ക്രമീകരിച്ചിരുന്നു. ഈ ഗാനമേളയുടെ സമയത്ത് ഈ എട്ടംഗ സംഘം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഈ കമ്മിറ്റിക്കാരും ഈ വിജേഷ് എന്ന് പറയുന്ന വ്യക്തിയും ഈ കമ്മിറ്റിക്കാരോടൊപ്പം ചേർന്ന് ഈ യുവാക്കളെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ പ്രകോപിതരായാണ് വിജേഷിനെ ഈ സംഘം മർദ്ദിച്ചിട്ടുള്ളത്. ഈ പരിപാടി കഴിഞ്ഞ് വിജേഷ് പുറത്തേക്ക് വരുന്ന സമയത്ത് തോപ്രാംകുടി ടൗണിൽ വെച്ചാണ് ഈ ഒരു സംഘം ഈ വിജേഷിനെ ആക്രമിക്കുന്നത്. ഈ എട്ടംഗ സംഘം വടിയും അതുപോലെ തന്നെ കമ്പിയും ഒക്കെ ഉപയോഗിച്ച് വിജേഷിനെ മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിൽ വിജേഷ് ബോധരഹിതനായി താഴെ വീഴുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഈ CCTV ദൃശ്യങ്ങളടക്കം നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനം തന്നെയാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 പേർ വട്ടം നിന്ന് യുവാവിനെ അടിച്ച് വീഴ്ത്തുന്നു. ഇതിനുശേഷം അസഭ്യവർഷം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ വിജേഷ് ഇതിനുശേഷം ബോധരഹിതനായി നിലത്ത് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് വിജേഷിനെ തോപ്രാംകുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വിജേഷിന്റെ തലയ്ക്കും അതുപോലെ തന്നെ കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ഈ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് നിലവിൽ ഇപ്പോൾ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിജേഷിനെ മാറ്റിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്.